നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ മാറ്റിയിടുമ്പോഴത്തേനും അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇരുമ്പിൻ്റെ ചുവയൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് പേസ്റ്റ് ഇതേപോലെ ഒന്ന് വെള്ളം നനച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഫസ്റ്റ് തന്നെ. അപ്പോൾ കുറച്ച് പേസ്റ്റ് ഇതേപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ആ പാൻ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ കറുത്ത പാടുകളൊക്കെ കാണുമില്ലേ. അപ്പോൾ മിക്ക ഫ്രൈ പാനും ഉപയോഗിക്കുമ്പോൾ കരിഞ്ഞ് പിടിച്ച കണക്ക് അതിൻ്റെ സൈഡൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ ഒന്ന് പേസ്റ്റ് വെച്ചിട്ട് വെള്ളം നനച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. മറിച്ചും നമുക്ക് അകവും കൊണ്ട് കാണിച്ചു കൊടുക്കാം. അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായ ആ പാനിനകത്തോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്കൊന്ന് തേച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ തന്നെ നല്ല രീതിയിൽ പാൻ നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും, നല്ലൊരു ഇതായിരിക്കും. കാരണം നമ്മൾ അതിനകത്ത് സാധാരണ ദോശ ഇട്ടാൽ പോലും ഇളകി വരും. കാരണം നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിടുന്ന പാൻ അകത്ത് ഒരുമാതിരി തരിതരിപ്പായിരിക്കും അല്ലേ, അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ പോയിട്ട്. അപ്പം അത്യാവശ്യം ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് എന്ത് വേണേലും നമുക്ക് പാചകം ചെയ്തെടുക്കാം, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ നഖമൊക്കെ നല്ലൊരു ഗ്ലേസിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ എന്ത് വേണേലും നമുക്ക് ചുട്ടെടുക്കാനും പറ്റും.